കൃഷി സംസ്കാരവും ഉപജീവനവുമായിരുന്ന ഒരു ജനതയായിരുന്നു നമ്മുടേത്. മലയാളിയുടെ ദിനചര്യ ആരംഭിക്കുന്നത് തന്നെ കാർഷിക വൃത്തിയിൽ ഊന്നിക്കൊണ്ടായിരുന്നു. പിന്നീട് മാറിവന്ന ജീവിതശൈലിയും നഗരവത്കരണവും മലയാളിയെ ഒരു പരിധിവരെ കൃഷിയിൽ നിന്ന് അകറ്റി മറ്റ് ആധുനിക കമ്പ്യൂട്ടർവൽകൃത വ്യാവസായിക മേഖലകളിലേക്ക് എത്തിച്ചു. ഈ മാറ്റം വിഷമയമായ ഭക്ഷ്യവസ്തുക്കളുടെ മാരകമായ ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചത്. ഇന്ന് നാം തിരിച്ചറിവിന്റെ പാതയിലാണ്. കുട്ടികളും ടെക്കുകളും ഉൾപ്പെടുന്ന പുതുതലമുറ ഇപ്പോൾ വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് സജീവമായി മടങ്ങിയെത്തിയിരിക്കുകയാണ്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പുതിയ അറിവുകളും പുത്തൻ സാങ്കേതിക പരിജ്ഞാനങ്ങളും നേരിട്ട് കർഷകരിലേക്കും യുവാക്കളിലേക്കും എത്തിക്കുന്നതിനായി ദേശീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് KVK അഥവാ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ. കേരളത്തിലെ 14 ജില്ലകളിലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇവയിൽ 7 എണ്ണം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലും 4 എണ്ണം ICARന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും 3 എണ്ണം ഗവൺമെന്റേതര ഏജൻസികളുമാണ് നടപ്പിലാക്കി വരുന്നത്. പത്തനംതിട്ട തെള്ളിയൂരിലെ 50 ഏക്കറുകളിലായി പടർന്നു കിടക്കുന്ന KVKയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നവർക്കും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷിയെ സമീപിക്കുന്ന കർഷകർക്കും പുതുസംരംഭകർക്കും കൃഷിയിലൂടെ ജീവിത വിജയം കൈവരിക്കാനും കാർഷിക രംഗത്തെ ഗവേഷണ പരീക്ഷണങ്ങൾ കൃഷിക്കാരിൽ വ്യാപിപ്പിക്കാനുമായി പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസ്ഥാനമാണ് ICAR അഥവാ ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. പത്തനംതിട്ട ജില്ലയിൽ ICARന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നോൺ ഗവൺമെന്റൽ ഏജൻസിയായ ക്രിസ്ത്യൻ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെന്റ് അഥവാ കാർഡ് ആണ്. ICARന്റെ പത്തനംതിട്ട ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രമാണ് തെള്ളിയൂരിൽ സ്ഥിതി ചെയ്യുന്ന കാർഡ് KVK. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കാർഷിക പദ്ധതികളും പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കർഷകരിലെത്തിക്കുന്നതിൽ കാർഡ് പ്രധാന സ്ഥാനം വഹിച്ചു വരുന്നു. വ്യത്യസ്ത കൃഷി രീതികളെക്കുറിച്ചുള്ള പരിശീലനം, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉത്പാദനം, മൃഗപരിപാലനവും പരിശീലനവും, കൃഷിയും കൃഷി അനുബന്ധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണം തുടങ്ങി കൃഷി സംബന്ധമായ എല്ലാ മേഖലകളിലും കാർഡ് കർഷകന്റെ ഉറ്റതോഴനായി പ്രവർത്തിച്ചു വരുന്നു. ഈ സ്ഥാപനം മാർത്തോമാ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ക്രിസ്ത്യൻ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെന്റ് കാർഡ് എന്ന ചുരുക്കെഴുത്തിൽ അറിയപ്പെടുന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം കാർഷിക മേഖലയിലെ നൂതനമായിട്ടുള്ള ഗവേഷണത്തിന് മുൻകൈയെടുക്കുകയും കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിന്മേൽ
പരിഹാരം കണ്ടെത്തുവാനും കാർഷിക മേഖലയ്ക്ക് ഉണർവും പുത്തൻ ചൈതന്യവും നൂതനമായ കണ്ടുപിടുത്തങ്ങളും കാലാനുസൃതമായിട്ട് നൽകി സഹായിക്കുവാൻ ഇന്നത്തെ ആധുനിക യുഗത്തിൻ്റെ വിപത്തുകളെക്കുറിച്ച് കർഷകരെ ബോധവാന്മാരാക്കി തീർക്കുകയും അതിൽ നിന്ന് കർഷകരെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗവും ഉപദേശവും അതിൻ്റെ സംവിധാനങ്ങളും കണ്ടെത്തി അവരെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും പ്രായോഗികമായ ജ്ഞാനം നൽകി അതിലേക്കുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഗവേണിംഗ് ബോഡി, കാർഡന്റെ ഗവേണിംഗ് ബോഡി പ്രവർത്തിക്കുന്നുണ്ട്. വിദഗ്ധരായിട്ടുള്ള ആളുകൾ വിവിധ മേഖലകളിൽ ക്ലാസുകൾ എടുക്കുകയും നയിക്കുകയും ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലുള്ള മിസോറാം മുതലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ പരിശീലനം നടത്തി താമസിച്ച് പരിശീലനം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനം സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു എന്നതാണ്. കാരണം ഏത് വിധത്തിലും അവർക്ക് ഇവിടെ വന്നു ചേരാവുന്നതും അതനുസരിച്ച് അവരിലേക്ക് ഇത് എത്തിക്കത്തക്ക വിധത്തിലുള്ള കാർഷിക കൂട്ടായ്മ പത്തനംതിട്ട ജില്ലയിൽ 36 ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഏകോപനം നൽകുന്നുണ്ട്. കുട്ടനാടൻ മേഖലയിലും ഒക്കെയുള്ള കാർഷിക വിളകളെ അതിൻ്റെ സംരക്ഷണത്തിനും ഉപദേശത്തിലുമൊക്കെയും ഈ പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേന്ദ്രം കാർഷിക രംഗത്ത് നടപ്പാക്കി വരുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ 22 കോടി കോഴിമുട്ടയുടെ ആവശ്യമാണുള്ളത്. എന്നാൽ 11 കോടി മുട്ടകളെ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഈ സാഹചര്യം മനസ്സിലാക്കി കോഴി വളർത്തലിനെ ശാസ്ത്രീയമായി വികസിപ്പിക്കാൻ കാർഡ് തീരുമാനിച്ചു. 2007 KVK നടത്തിയ സർവേയിൽ ഒരു ദിവസം മുതൽ 45 ദിവസം വരെ പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയാണ് കർഷകർക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി. എന്നാൽ ആ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യാനുസൃതം ലഭ്യമാക്കാനുള്ള സാധ്യത ജില്ലയിൽ ഇല്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നബാർഡുമായി സഹകരിച്ച് കൃഷി വിജ്ഞാൻ കേന്ദ്രം ഒരു പൗൾട്രി ഇൻക്യുബേഷൻ ഹാച്ചറി ഹബ്ബ് 2010 ആരംഭിച്ചത്. ഈ ഹാച്ചറിയിലൂടെ 180 മുതൽ 200 വരെ മുട്ട ഒരു വർഷം ഇടാൻ ശേഷിയുള്ള ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ, അതുല്യ, കാവേരി തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നുണ്ട്. 2007 നമ്മൾ ഒരു സർവേ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം, പത്തനംതിട്ട ജില്ലയിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. പോൾട്രി വെയറിങ് അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തലിന് നല്ല പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. എങ്കിൽ പോലും കൊമേഴ്ഷ്യലായിട്ടുള്ള മുട്ടക്കോഴി വളർത്തൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കേരളത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം. എന്ന് വെച്ചാൽ നമ്മുടെ തീറ്റ ചെലവൊക്കെ വളരെ കൂടുതലാണ്. അതിൻ്റെ പേരിൽ തന്നെ ഒരു ഫാമിലി പോൾട്രി ഫാമിങ്, അതായത് ഒരു വീട്ടിൽ ഒരു 10-15 കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതിനാവശ്യത്തിനുള്ള തീറ്റയും ഒക്കെ കിട്ടി വീട്ടിലെ വേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് വീട്ടിലെ ലേബർ യൂസ് ചെയ്ത് തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. അതിൽ നിന്ന് കിട്ടുന്ന മുട്ട വീട്ടിലെ ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്നത് സപ്ലിമെൻ്ററി ഇൻകമായിട്ട് വിൽക്കുകയും അതുമായി അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. 2008 നമുക്കൊരു ചെറിയൊരു ഹാച്ചറി ഉണ്ടായിരുന്നു. 500 ചിക്സിനെ മാസം വിരിയിച്ചിറക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാച്ചറി ഉണ്ടായിരുന്നു. എന്നാൽ അത് വെച്ച് നമുക്ക് സപ്ലൈ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ജില്ലയിൽ അങ്ങനെ ഹാച്ചറി എന്ന് പറയുന്നത് ഇല്ല. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഈ സർവേ പ്രകാരം നമ്മളൊരു നബാർഡിന് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തു. ആ നബാർഡിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 5000 കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് സൗകര്യമുള്ളൊരു ഹാച്ചറി, ഒരു സെറ്ററും ഹാച്ചറും നമുക്ക് അതിൽ നിന്ന് ലഭിച്ചു. അതുവഴി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ബ്രീഡുകളെ നല്ല ഹൈ ഈൽഡ് കിട്ടുന്ന മുന്തിയ ഇനം കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ 45 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, അതുല്യ, അങ്ങനെ നല്ല മുന്തിയ ഇനം കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം എങ്ങനെയാണെങ്കിലും നമുക്കൊരു 1000-1500 കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ പ്രത്യേകം
കൂടുകളിലാക്കിയാണ് ഇവയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇൻക്യുബേഷൻ ഹാച്ചറി ഹബിൽ വിരിയിച്ചെടുത്ത കോഴിക്കുഞ്ഞുങ്ങളെ നെറ്റടിച്ച് സജ്ജീകരിച്ച വലിയ ഫാമിലേക്ക് മാറ്റുന്നു. ഒരടിക്ക് ഒരു കോഴി വീതം എത്ര കോഴി വളർത്തുന്നുവോ അത്രയും സ്ഥലം കോഴിക്കൃഷിക്ക് ആവശ്യമാണ്. നിലം നിരപ്പാക്കി ചകിരിക്കൂഴവും അറക്കപ്പൊടിയും വിതറിയിട്ടുണ്ട്. കോഴിക്ക് ആവശ്യം വേണ്ട ചൂടിനാണ് ചകിരിക്കൂഴം പാകുന്നത്. കോഴിയുടെ വിസർജ്യം അതിൽ കുതിർന്നു പോകാതിരിക്കാനും ചകിരിക്കൂഴം കുത്തിത്തീർക്കാതിരിക്കാനും അറക്കപ്പൊടിയും വിതറുന്നു. ഇതിനു മുകളിൽ ഫ്രൂഡറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അലൂമിനിയം തകിടിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബൾബുകളെയാണ് ഫ്രൂഡറുകൾ എന്ന് പറയുന്നത്. കോഴിക്കുഞ്ഞിന്റെ വളർച്ചയുടെ ആദ്യ 15 ദിവസങ്ങൾ ചൂട് വളരെ അത്യാവശ്യമാണ്. അതിനായാണ് ഫ്രൂഡറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം ധാരാളം അത്യാവശ്യമാണ്. അതിനായി കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുള്ള ട്രിങ്കറുകളും ഇടയ്ക്കിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനായി കോഴിത്തീറ്റയും നൽകി വരുന്നു. പതിനഞ്ച് ദിവസമാകുമ്പോൾ ഇവയെ അടുത്ത ഫാമിലേക്ക് മാറ്റുന്നു. കെവിക്കയുടെ പ്രവർത്തനങ്ങൾ കർഷകരിലേക്ക് സാങ്കേതികവിദ്യ എത്തിക്കുന്നത് ഒരു ടീം ഓഫ് എക്സ്പേർട്ട് കൃഷി വിജ്ഞാന കേന്ദ്രയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ ജില്ലയിൽ മൊത്തം എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ചേർത്ത്, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, നബാർഡ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മയുമായിട്ടൊക്കെ സഹകരിച്ച് ജില്ലയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ കെവിക്ക് പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കി വരുന്നു. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ജില്ലയിൽ ഏകദേശം 36ഓളം ഫാർമേഴ്സ് ക്ലബ്ബുകൾ ഇന്ന് വിവിധ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് കൃഷി വിജ്ഞാന കേന്ദ്രയുടെ സാങ്കേതിക വിദ്യകളോടുകൂടി പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു കോൺഫെഡറേഷനായിട്ട് ഒരു ഫാർമേഴ്സ് സൊസൈറ്റി നബാർഡിന്റെയും കെവിക്കയുടെയും നേതൃത്വത്തിൽ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകരുടെ പ്രൊഡ്യൂസുകൾ മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമുള്ള ഇൻപുട്സുകൾ കർഷകരിലേക്ക് എത്തിക്കാനും അവർക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദ്യകൾ താമസംവിന ജില്ലയിലെ കർഷകരിൽ എത്തിക്കാനും ഈ ഫാർമേഴ്സ് ക്ലബ്ബ് വഴിയും ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ഒരു പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തനത്തോടുകൂടി കൃഷി വിജ്ഞാന കേന്ദ്രയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആനിമൽ സെക്ടർ മേഖലയിൽ മുട്ടക്കോഴികളുടെ ഉൽപാദനവും അതുപോലെ തന്നെ ജില്ലയിലെ തന്നെ മുട്ടയുടെ ഉൽപാദനത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രയ്ക്ക് ഒരു കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞു വന്നാൽ ചുരുക്കം ഒരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പം ആഗോളതാപനവും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും കർഷകരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് കർഷകരിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു ശ്രമം കൃഷി വിജ്ഞാന കേന്ദ്ര നടപ്പിലാക്കി വരുന്നു. രോഗലക്ഷണങ്ങളുള്ള കോഴികളെ അപ്പോൾ തന്നെ മാറ്റി പ്രത്യേകം കൂടിലാക്കുന്നു. ഇത് രോഗം മറ്റു കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൂടി പടരാതിരിക്കാനാണ്. കൃത്യമായ ഇടവേളകളിൽ കോഴിക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും നടത്തിവരുന്നു. ഭക്ഷ്യസുരക്ഷ മുൻനിർത്തി വീട്ടുവളപ്പിലെ കോഴി വളർത്തലിനും കൃഷി വിജ്ഞാന കേന്ദ്രം ഊന്നൽ നൽകിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വൻകിട കോഴിക്കൃഷിയല്ല, മറിച്ച് വീടുകളിൽ ചെറുകൂടുകളിൽ വളർത്താനാകുന്ന തരത്തിലുള്ള കോഴിക്കൃഷിയെയാണ് കെവിക്ക് പ്രോത്സാഹിപ്പിച്ചു വരുന്നത്. മാറുന്ന ജീവിത സാഹചര്യവും നഗരവത്കരണവുമെല്ലാം കോഴികളെ അഴിച്ചുവിട്ടുള്ള ഹോംസ്റ്റെഡ് കൃഷിരീതിക്ക് തടസ്സം നിൽക്കുമ്പോൾ കൂടുകളിൽ വളർത്തുന്ന കോഴിക്കൃഷിക്ക് നഗര കർഷകരിൽ നിന്നും നല്ല സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നത്.
രീതിയിലാവുമ്പോൾ കോഴിയുടെ തീറ്റയ്ക്കായി അധിക ചെലവ് വരുന്നില്ല. പകരം വീട്ടുവളപ്പിലെയും അടുക്കളയിലെയും അവശിഷ്ടവും മറ്റും നൽകി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കോഴികളെ വളർത്തിയെടുക്കാം. ചെലവ് കുറഞ്ഞ കോഴിക്കൃഷിയിലൂടെ ഒരു കുടുംബത്തിന് ആവശ്യമായി വരുന്ന മുട്ട ലഭ്യമാക്കുന്നതോടൊപ്പം അധികമായി കിട്ടുന്ന മുട്ട കുടുംബത്തിന് വരുമാനമാർഗമാക്കാനും സാധിക്കും. പണ്ട് എല്ലാ വീട്ടിലും കോഴി വളർത്തലുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും 5ഉം 10ഉം കോഴികളെ നമുക്ക് വളർത്താൻ പറ്റുമായിരുന്നു. ഇപ്പം പല വീട്ടിലും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ നല്ല മനോഹരമായ ഗാർഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോഴികളെ ആർക്കും തന്നെ അഴിച്ചുവിട്ട് വളർത്താനായിട്ട് താല്പര്യമില്ലാതെ തന്നെ വന്നു. പക്ഷേ എങ്കിൽ പോലും അവർക്ക് മുട്ട വേണം, കോഴിയെ വീട്ടിൽ വളർത്താൻ താല്പര്യമുണ്ട് താനും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ കേജ് റെയറിംഗ് സിസ്റ്റം അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ നമുക്ക് ലാൻഡ്സ്കേപ്ഡ് ഹൗസസിൽ മുട്ടക്കോഴികളെ 5ഉം 10ഉം 15ഉം 20ഉം എണ്ണത്തിനെ നമുക്ക് കൂടുകളിലിട്ട് വളർത്താനുള്ള സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അതിന് ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള ടെക്നിക്കൽ അഡ്വൈസസും നമ്മളിവിടുന്ന് നൽകാനായിട്ട് തുടങ്ങി. ഇപ്പം വളരെ നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി 50,000-ൽ പരം മുന്തിയ ഇനം കോഴികളെ ജില്ലയിലെ കർഷകരിലെത്തിക്കാൻ ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. KVK ആത്മീയമായി സഹകരിച്ച് നടത്തിവരുന്ന പ്രവർത്തനങ്ങളും കോഴിക്കൃഷിയിൽ മാറ്റത്തിന്റെ പുതിയ വെളിച്ചം നൽകുന്നവയാണ്. കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത അതുല്യ എന്ന ഇനം കോഴി കൂടുകളിൽ വളരാൻ അനുയോജ്യമായിട്ടുള്ളതാണ്. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്നുള്ള നാടൻ ഇനമായ കടക്നാഥ് എന്ന കരിങ്കോഴിയും ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട്. കോഴിക്കൃഷിയോടനുബന്ധിച്ചു തന്നെ അലങ്കാര കോഴി വളർത്തൽ, മുയൽ വളർത്തൽ, ആടുവളർത്തൽ തുടങ്ങി ധാരാളം കൃഷികളും KVK വിജയകരമായി ചെയ്തു പോരുന്നു. തുറന്ന ഫാമിൽ സ്വാഭാവികമായ രീതിയിലാണ് KVK ആടുവളർത്തൽ നടപ്പിലാക്കി വരുന്നത്. ഫാമിനെ നെറ്റടിച്ച് വേർതിരിച്ചിട്ടുണ്ട്. CO2 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലാണ് ഇവയുടെ പ്രധാന ആഹാരം. അതിനായി പ്രത്യേകമായി തീറ്റപ്പുല്ല് കൃഷിയും ഇവിടെ ചെയ്തു പോരുന്നുണ്ട്. കൃഷിയെ വ്യവസായമായും പാരമ്പര്യമായും ജീവിത രീതിയായും എല്ലാം കണ്ടിരുന്ന കർഷക സമൂഹത്തിന് KVKയുടെ ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി പരീക്ഷണ രീതികളും പ്രവർത്തനങ്ങളും ജീവിത വിജയത്തിന്റെ മാർഗദീപമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പത്തനംതിട്ട KVKയുടെ കാർഷിക മേഖലയിലെ മാതൃകാപരമായ മറ്റു പ്രവർത്തനങ്ങൾ അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और VVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
തേനീച്ച വളർത്തലിൽ ശാസ്ത്രീയ പരിശീലനം, ലാൻഡ്സ്കേപ്പിംഗിൽ പരിശീലനം, തീറ്റപ്പുല്ലിനങ്ങൾ വിൽപ്പനയ്ക്ക്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടികോർപ്പിന്റെ ധനസഹായത്തോടെ തേനീച്ച വളർത്തലിൽ ശാസ്ത്രീയ പരിശീലനം നൽകുന്നു. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തേനീച്ചക്കൂടും തേനീച്ച കോളനിയും സബ്സിഡി നിരക്കിൽ നൽകുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 9-ാം തീയതിക്ക് മുൻപ് കൃഷിഭവനിൽ നേരിട്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കല്ലൂപ്പാറ കൃഷി ഓഫീസർ അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നിലവിൽ ആട് വളർത്തുന്ന ഉപഗ്രഹ യൂണിറ്റുകൾക്ക് 6 മാസം പ്രായമുള്ള 5 ആട്ടിൻകുട്ടികളും ഒരു മുട്ടൻ ആടിനെയും 50% സബ്സിഡി നിരക്കിൽ നൽകുന്നു. താൽപര്യമുള്ളവർ അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ഇനി പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പ്രകാരം നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ: നീർത്തടങ്ങൾ, സൂക്ഷ്മ ജലസേചനം, ചെറുകിട വൻകിട ജലസേചന പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളിക്കും കൂടുതൽ വിളവ് എന്ന കർമ്മ പരിപാടി നടപ്പിലാക്കി. സോയിൽ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കി. 1 ലക്ഷത്തിലധികം യൂറിയയുടെ ദുരുപയോഗം തടയുന്നതിനും മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും നീം കോട്ട് യൂറിയ ലഭ്യമാക്കി. മറ്റു വാർത്തകൾ: സംസ്ഥാന നിർമ്മിതി കേന്ദ്രം കോട്ടയം മുട്ടം സെന്ററിൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ പരിശീലനത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 45 ദിവസത്തെ പരിശീലനത്തിൽ ദിവസവും 150 രൂപ സ്റ്റൈപ്പൻ ലഭിക്കും. അപേക്ഷ ലഭിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-225-5996. കുരിയോട്ടുമല ബഫലോ ബ്രീഡിംഗ് ഫാമിൽ CO3 ഗിനിപ്പുല്ല്, പുൽക്കടകൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 0452227485. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം കട്ട് ഫ്ലവർ, ലൂസ് ഫ്ലവർ, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നതിന് 40% സബ്സിഡി നിരക്കിൽ ധനസഹായം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരശ്രീ അവാർഡിന് അപേക്ഷ ക്ഷണിക്കുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഏറ്റവും കുറഞ്ഞത് 50 കറവയുള്ള പശുക്കളെ വളർത്തുന്ന ഫാമുകളെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. ഫാമിലെ ആകെ പാലുൽപാദനം, കറവ പശുക്കളുടെ എണ്ണം, ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയ പരിപാലന മുറകൾ, പുൽകൃഷി, യന്ത്രവൽക്കരണം, പാലിന്റെ വിപണന തന്ത്രങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും, മാലിന്യ സംസ്കരണം, രേഖകൾ, രജിസ്റ്ററുകളുടെ സൂക്ഷിപ്പ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അവാർഡ് നൽകുന്നത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047123022283. വെബ്സൈറ്റ് www.ahd.kerala.gov.in. കമ്പോള നിലവാരം: വെളിച്ചെണ്ണ കൊച്ചി 10,600 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 12,000 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 10,800 രൂപ, കൊപ്ര കൊച്ചി 7,105 രൂപ, കൊപ്ര കോഴിക്കോട് 7,400 രൂപ, കൊപ്ര തൃശൂർ 7,315 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,500 രൂപ, ചുക്ക് മീഡിയം 23,500 രൂപ, ചുക്ക് ബസ്റ്റ് 24,500 രൂപ, മഞ്ഞൾ സേലം 8,200 രൂപ, മഞ്ഞൾ ഈറോഡ് 8,400 രൂപ, അടയ്ക്ക പുതിയത് 23,500-നും 24,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,700 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,700 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ:
വെളിച്ചെണ്ണ 10,600 രൂപ, കൊപ്ര 7,105 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1,900 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,500 രൂപ, ചുക്ക് മീഡിയം 23,500 രൂപ, ചുക്ക് ബസ്റ്റ് 24,500 രൂപ. അടയ്ക്ക പുതിയത് 23,500-നും 24,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 425-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 600-നും 850-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 810 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,700 രൂപ, ഒട്ടുപാൽ 8,600 രൂപ, ലാറ്റക്സ് 11,000 രൂപ. ഇനി കമ്പോള അവലോകനം. ദക്ഷിണേന്ത്യൻ അടയ്ക്കയിൽ ചൈനീസ് വ്യവസായികൾ താൽപര്യം കാണിച്ചു. പ്രതിവർഷം ടൺ കണക്കിന് അടയ്ക്ക കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ശേഖരിക്കാനുള്ള നീക്കത്തിലാണവർ. വർഷാന്ത്യത്തിന് മുൻപായി തന്നെ മംഗലാപുരത്ത് നിന്ന് അടയ്ക്ക ചൈനയിലേക്ക് കയറ്റുമതി നടത്തും. ഏലയ്ക്ക വില വീണ്ടും 1000-ലേക്ക് ഉയർന്നു. കൊച്ചിയിൽ നടന്ന ലേലത്തിൽ 1,00,000 കിലോ ചരക്ക് ഇന്ന് ലേലത്തിനിറങ്ങി. വലിപ്പം കുറഞ്ഞ ഏലത്തിന് ലഭിച്ച പരമാവധി ഉയർന്ന വില കിലോയ്ക്ക് 1,001 രൂപയാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ ഇടിഞ്ഞ് 10,600 രൂപയായി. തൃശൂരിലും എണ്ണയ്ക്ക് തളർച്ച നേരിട്ടു. അതേസമയം മലബാർ മേഖലയിൽ നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡിയാണ്. എണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് കുറഞ്ഞു. ഒരു പ്രമുഖ ടയർ കമ്പനി ഇന്ന് കോട്ടയത്ത് നിന്ന് കിലോ 127 രൂപയ്ക്ക് ഷീറ്റ് എടുത്തു. പുതിയ സാഹചര്യത്തിൽ നിരക്ക് ചെറിയ തോതിൽ മെച്ചപ്പെടാം. എന്നാൽ റബ്ബർ അവധി വിലകളിൽ കാര്യമായ ഉണർവ് ദൃശ്യമായില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.5, 25.2. കൊച്ചി 31.8, 25.8. ആലപ്പുഴ 32.2, 25.9. പുനലൂർ 32.5, 23.4. തിരുവനന്തപുരം 32.5, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.